ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, അവന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നുവെന്ന്. ഈ ശബ്ദത്തിന്റെ ശക്തി എന്റെ തല മുതൽ പെരിക്കാല് വരെ, പെരുവിരൽ വരെ കയറി ഇറങ്ങുന്നതായി, വ്യാപരിക്കുന്നതായി തോന്നി. പെട്ടെന്ന് ദൈവശക്തിയാൽ ഞാൻ പരിസരം പറഞ്ഞ് ചാടി എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കുറച്ചു സമയം കഴിഞ്ഞ് ഞാൻ എന്നെ ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഊതി വീർത്തിരുന്ന എന്റെ ശരീരത്തിലെ വീർത്തിരിക്കുന്ന അനുഭവം കാണാനില്ല. വയറൊക്കെ നേരെ അത് അമർന്നിട്ടുണ്ട്, കൺപോളയൊക്കെ തുറന്നിട്ടുണ്ട്, നീര് കൊണ്ട് കൺപോളയൊക്കെ അടഞ്ഞു പോയിരുന്നു, അതൊക്കെ തുറന്നിട്ടുണ്ട്. വേദനയില്ല. പിന്നെയും ചാടി നോക്കി, വേദനയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കപ്പോ ഇങ്ങനെ തോന്നി, ഞാൻ മരിച്ചു, സ്വർഗത്തിൽ എത്തി, പ്രൈസ് ദൈവത്തോടു കൂടെ ആയിരിക്കുമെന്ന് ഇപ്പം. എന്നാൽ പിന്നെ എനിക്ക് മനസ്സിലായി, മരിച്ചു 4 ദിവസമായ ലാസറിനോട് എന്റെ കർത്താവ് പറഞ്ഞു, ലാസറെ പുറത്തു വരിക എന്ന്. അവൻ ജീവൻ പ്രാപിച്ച്, ബലം പ്രാപിച്ച്, അഴുകി തുടങ്ങിയ അവന്റെ ശരീരം പ്രൈസിനോട് യഥാസ്ഥാനപ്പെട്ട് അവൻ പുറത്തു വന്നുവെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്റെ ശരീരത്തിൽ അതുപോലെ സംഭവിച്ചു. ഹല്ലേലൂയ. ഞാൻ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്റെ ഉള്ളത്തിൽ ഇങ്ങനൊരു ചിന്ത വന്നു. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ വ്യക്തിയെ കർത്താവ് എന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവർ ചോദിച്ചു, ഇവനെ ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടാണ് ഇങ്ങനെയായത്? കർത്താവ് പറഞ്ഞു, ദൈവനാമം ഇവനെ മഹത്വപ്പെടണമായിരുന്നു, അതുകൊണ്ട് ഒരു പ്രവൃത്തി ഇപ്പോൾ വെളിപ്പെടണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഓടി 3 നില കെട്ടിടത്തിന്റെ മുകളിൽ ടെറസിന്റെ വരെ കയറി നിന്നു. എല്ലാ ആൾക്കാരെയും വിളിച്ചു വരുത്തി. അവരോട് ഞാൻ എന്റെ അഡ്രസ്സും എന്റെ വീട്ടിൽ പോകുന്ന വഴിയും എന്റെ പിതാവിന്റെ പേരും എന്റെ പേരും ദൈവം എന്നെ വിളിച്ചതും എന്നെ നടത്തിയതും അതുവരെ അനുഭവങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണ്, അവൻ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവനിൽ വിശ്വസിച്ചാൽ ഈ ഇത്രയും മനുഷ്യരുടെ മേലും നിത്യ ജീവന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണെന്ന് വിളിച്ചു പറഞ്ഞു. ജനത്തിന്റെ ഇടയിൽ വലിയ ആരവാരമുണ്ടായി. കാരണം അവർ കഴിഞ്ഞ നിമിഷം വരെയും കഴിഞ്ഞ തലേ രാത്രിയിലും എന്റെ നിലവിളി കേട്ടതാ. മരിച്ചോ മരിച്ചോ എന്ന് ഡോക്ടേഴ്സ് കഴിഞ്ഞ രാത്രിയിലും വന്ന് നോക്കിയതാ. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് ചിന്തിച്ച് അവർ ഓടി വന്ന് എന്നെ പിടിച്ച് താഴെ ഇറക്കി കൊണ്ടുവന്നു. അവർ എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, മെഡിക്കൽ സയൻസിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, ഇത് നീ പറയുന്ന യേശു പ്രവർത്തിച്ചതാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ലെന്ന്. ഹല്ലേലൂയ. അവർ തന്നെ വിശ്വസിച്ചു യേശുവിനെ. കാരണം ഇവരുടെ ഇടയിൽ ജോലി സേവനം അനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ നാളുകളായിട്ട് അവരോട് പറയുക, യേശു ജീവനുള്ളവനാണെന്ന്. അവരെല്ലാം നിന്ദിച്ചുകൊണ്ടിരുന്നു. അവർക്കൊരു അനുഭവം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഒരു തെളിവുണ്ടാകാൻ ദൈവം എന്നെ ഇങ്ങനെ അവിടെ കൊണ്ടുപോയെന്ന് ഞാൻ വിശ്വസിക്കുക. ഇല്ലെങ്കിൽ ദൈവത്തിന് ആ നദിയിൽ നിന്ന് തന്നെ ആ മനുഷ്യൻ രക്ഷപ്പെടുത്തിയപ്പോൾ ഇതുപോലെ അങ്ങ് വിടുവിച്ചാൽ പോരായിരുന്നോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവർ തന്നെ ഒരു കളക്ഷൻ എടുത്തു, വലിയൊരു തുക പിരിച്ചു. ഒരു സിസ്റ്റർമാർ നടത്തുന്ന കോൺവെന്റിൽ എന്നെ കൊണ്ടുപോയി വിട്ടു. ഹല്ലേലൂയ. കുറച്ച് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. എന്നാൽ പ്രൈസ് ദി ലോർഡ് അവർ വന്നില്ല. സിസ്റ്റർ എന്നെ ഇറക്കി വിട്ടു. എന്നോട് പറഞ്ഞു, ഇപ്പൊ ഇവിടെ കാശുരയ്ക്ക് ആരും വരുന്നില്ല, ഇത് സിസ്റ്റർമാരുടെ കോൺവെന്റാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭയാർത്ഥികൾക്കുള്ള അഭയാർത്ഥി കേന്ദ്രമൊക്കെ പലയിടങ്ങളിലുണ്ട്. ചില സ്ഥലമൊക്കെ എന്നോട് പറഞ്ഞു, അവിടോട്ട് പോകാൻ പറഞ്ഞാൽ അല്പം കാശ് വന്നു. എനിക്ക് ആ സ്ഥലം അറിയത്തില്ല, പോകാനും അറിയത്തില്ല. ഞാൻ നേരെ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ താമസിപ്പിച്ചിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലുള്ള ദൈവമക്കളുടെ വീട്ടിലേക്ക് വന്നു. അവിടെ വരുമ്പോൾ അവർക്കൊക്കെ ഒരു ഭയം, എന്റെ വീട്ടുകാരനെ അവരെ ഉപദ്രവിച്ചിട്ടുള്ളതും ഇപ്പോഴും അന്വേഷിച്ച് നടക്കുന്നതും കൊണ്ട് ആരും എനിക്ക് ആശ്രയം തരത്തില്ല. 2-3 ദിവസം ആശ്രയം നിന്നിട്ട് മറ്റെവിടെയെങ്കിലും പൊട്ടോളാൻ പറയും. അവിടെ ചെല്ലുമ്പോൾ അവർ വേറെടുത്ത് പറഞ്ഞു വിടും. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്നടുത്തൊരു അനാഥശാലയുണ്ട്, ബൈബിൾ കോളേജ്, ആതുരാലയങ്ങളൊക്കെ ഉണ്ടെന്ന്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും, ഇങ്ങോട്ട് വിറ്റ വ്യക്തികളുടെ ഒരു റെക്കമെൻഡ് ലെറ്റർ കൊണ്ടുവന്നാൽ ചേർത്തോളാന്ന് പറയും. എങ്ങളുമില്ല, ആരുമില്ല സഹായിക്കാൻ. അപ്പോഴും ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്നോട് കൂടെയിരുന്നു. യേശുവിന്റെ ശക്തി, യേശുവിന്റെ പ്രവൃത്തി ഇതിനപ്പുറമായി എന്നിൽ അത്ഭുതകരായി വെളിപ്പെടാൻ പോകുന്നു എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ കഷ്ടം എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല. ഇതിന്റെ അപ്പുറം ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള ചിന്തയാണ് എനിക്ക് വലുതായിട്ട് തോന്നിയത്. ഹല്ലേലൂയ. ഞാൻ തെരുവുകളിൽ പ്രൈസ് ദി ലോർഡ് കൂടെ നടക്കും, തണലുള്ളങ്ങളിൽ ഇരിക്കും, ബൈബിൾ വായിക്കും, പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കും. ഭയങ്കരമായി വിശക്കുന്നു തോന്നിയാൽ 3-4 ദിവസം കഴിയുമ്പോൾ പഴത്തൊലികൾ കഴിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു സമയത്ത് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നടന്നു പോകുമ്പോൾ ഇതുപോലെ പ്രാർത്ഥനാ ശബ്ദങ്ങൾ കേട്ടാൽ ഏതെങ്കിലും മൂലയിൽ കയറിയിരുന്ന് ദൈവവചനം ശ്രദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. വെള്ളവും ചായയും ഒക്കെ കൊടുക്കുന്നതാണെങ്കിൽ അതൊക്കെ കുടിക്കും. ആർക്കെങ്കിലും മനസ്സിൽ തോന്നിയാൽ 10-20 രൂപ വന്നാൽ അതും കൂടെ മേടിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ പിന്നെയും പറയട്ടെ പ്രിയമുള്ളവരെ, എവിടെ പോയാലും എനിക്ക് പറയാതിരിക്കാൻ കഴിയാത്തതാണ്. എപ്പോഴും ഓർത്ത എന്റെ ദൈവത്തെ നന്ദി നിറഞ്ഞ് ഉള്ളത്തോടെ സ്തുതിച്ച് പ്രൈസ് ദി ലോർഡ് ഞാൻ മഹത്വപ്പെടുത്തി പോകും. കാരണം ഒരു സമയത്ത് ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചു
വിചാരിച്ചിട്ടുള്ളതല്ല. കൂട്ടായ്മകളുടെ അതേ നടുവിൽ ആരെ കാണാതെ ഒളിച്ച് ഒരു മൂലയിൽ പോയിരുന്ന് ഒരു അഭയാർത്ഥിയെ പോലെ അല്ലെങ്കിൽ ഒരു തെരുവ് ഒരു പിച്ചക്കാരിയെ പോലെ കൂടിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പോസ്റ്ററുകളിൽ പരസ്യം കാണുമ്പോൾ ആ പരസ്യം കാണുന്ന കൂട്ടായ്മകളുടെ ഒരു മൂലയിൽ ഈ പറഞ്ഞതുപോലെ പോയിരുന്നു. എന്നാൽ എന്റെ ദൈവം എന്നെ പ്രൈസിനോട് മുമ്പന്മാരായ ഹല്ലേലൂയ ദൈവദാസന്മാരുടെ അതേ നിരയിൽ എന്റെ ഫോട്ടോ പേരും കൂടെ വരുമാറ് അതുപോലുള്ള കൂട്ടായ്മകളുടെ നടുവിൽ എന്നെ ഉയർത്തി എന്നെ കർത്താവിനെ എന്നെ കൊണ്ട് പ്രസംഗിക്കുമാർ എന്നെ മാനിച്ച ദൈവത്തിന്റെ പ്രവൃത്തി ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ പറയും, എന്റെ ദൈവം അനാഥന്റെയും അഗതിയുടെയും കൈവിടപ്പെട്ടവന്റെയും ദൈവമാണെന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. അവൻ എളിയവർക്കും ദരിദ്രർക്കും ന്യായവും നീതിയും പാലിച്ചു കൊടുക്കും. അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തും. അവൻ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തിയാൽ പിന്നെ അവന്റെ ശരീരത്ത് കുപ്പയുടെ പൊടി പറ്റിയിരിക്കത്തില്ല. എപ്പോൾ ചെന്നാലും പ്രഭുക്കന്മാരുടെ ഇടയിൽ ഒരു സീറ്റ് അവന് വേണ്ടിയൊക്കെ ദൈവം മാറ്റിയിടും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹവും പ്രവൃത്തിയും ശക്തിയും അത്ഭുതവും ഇന്ന് രാത്രി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ പ്രൈസലോട് സ്നാനം കഴിഞ്ഞു. എന്റെ സ്നാനം ഒരു രഹസ്യമായ കൂട്ടായ്മ നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പ്രൈസലോട് വീട്ടിൽ ജോലിക്ക് പോയി. എന്നാൽ ടിവിയിലും പത്രങ്ങളിൽ എന്റെ വാർത്ത എന്നെ കാണാനില്ലെന്ന് കണ്ടുകൊണ്ട് വീട്ടിൽ ജോലിക്കും ആർക്കും എന്റെ വേണ്ടാതെയായി. പ്രൈസലോട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുമ്പോൾ ട്രെയിൻ കയറ്റി അവനെ തിരിച്ചുവിട്ടു കോഴിക്കോട്. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുമ്പോൾ ഹല്ലേലൂയ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. റെയിൽവേ സ്റ്റേഷനിൽ എന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. എന്നെ കാണാനില്ലെന്നുള്ള വാർത്തയുണ്ട്. എനിക്ക് ഭയം തോന്നി. നാട്ടുകാരെ ശ്രദ്ധിക്കുന്നുണ്ട്, പോലീസുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം മനസ്സിലായ പിടിക്കും, പോലീസിലേൽപ്പിക്കും, വീട്ടുകാരെന്നെ കൊണ്ടുപോകും. ഇനി എന്ത് ചെയ്യും കർത്താവേ എന്ന് ചോദിച്ചൊരു മൂലയിൽ മാറില്ലെന്നു. പെട്ടെന്ന് എന്റെ ചിന്തയിൽ ദാവീദ് അബീമേലെക്കിന്റെ മുൻപിൽ നിന്ന് ബുദ്ധിഭ്രമം നടിച്ച് ഓടിപ്പോയി. ഹല്ലേലൂയ. ബുദ്ധിഭ്രമം നടിച്ചാലോ എന്ന് തോന്നി. പറഞ്ഞു, വേണ്ട, ദാവീദിനെ പോലെ ബുദ്ധിഭ്രമം നടിക്കാൻ എനിക്ക് പറ്റത്തില്ല. ദാവീദ് ഒരു പുരുഷനായിരുന്നു. അവൻ വനാന്തരങ്ങളിൽ കിടക്കാൻ അവൻ അന്ന് വനവും ദുർഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബുദ്ധിഭ്രമം നടിച്ച് എവിടെ പോകും എന്ന് ചിന്തിച്ചോണ്ട് നിൽക്കുമ്പോൾ എന്റെ അടുത്തേക്ക് ഭ്രാന്തിയായൊരു പെൺകുട്ടി വന്നു. ഹല്ലേലൂയ. അവൾ എന്നോട് കരം നീട്ടി എന്തൊക്കെ പുലമ്പുകയാണ്. എനിക്ക് മനസ്സിലായി ഇതെന്റെ ചിന്തയല്ല, പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതാണെന്ന്. ഞാൻ അവളെ നോക്കി. അവളെ പോലെ വേഷം കെട്ടാൻ ദൈവാത്മാവിനെ പ്രേരിപ്പിച്ചു. ഞാൻ അവളെ നോക്കി, അവളുടെ വേഷം കണ്ടു. അല്ലെങ്കിൽ മുൻപൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ പ്രാന്തരെ. അന്ന് എനിക്ക് തോന്നാത്തൊരു ചിന്തയും പ്രേരണയും അപ്പോഴുണ്ടായി. ഞാൻ അവളെ നോക്കി, അവളുടെ വേഷം പോലെ വേഷം കെട്ടി അവളുടെ പ്രവൃത്തികളെല്ലാം നോക്കി പഠിച്ചു. ആ പെൺകുട്ടി പോകുന്നിടത്തെല്ലാം അകലം വിട്ട് ഞാനും അവളെ അനുഗമിച്ചു. ചെല്ലുമ്പോൾ നാടോടികളിൽപ്പെട്ട ഒരു കുട്ടിയാണ്. നാടോടികളുടെ കൂട്ടം തിരുവനന്തപുരം ജില്ലയിൽ അവിടങ്ങളിൽ ഫുട്പാത്തിൽ പ്രൈസിലോട് ഗവൺമെന്റിന്റെ മിച്ചഭൂമിയിലൊക്കെ അങ്ങ് തമ്പടിച്ച് കിടപ്പുണ്ട്. അവരുടെ കൂടെ ഞാനും ഒരറ്റത്ത് പേപ്പർ വിരിച്ച് തുണി വിരിച്ച് കിടന്നുറങ്ങും. ഹല്ലേലൂയ. അവർ കഴിക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കും. എന്നെ ദൈവം പഠിപ്പിച്ചത്, അയ്യോ ഇവര് കഴിക്കുന്ന ഭക്ഷണം എനിക്ക് കഴിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ള ചിന്തയിൽ അന്ന് ഞാൻ ആയില്ല. ദൈവം എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. പ്രൈസിലോട് ദൈവത്തെ അറിയാത്ത ഈ ജനം, ഹല്ലേലൂയ, കിടക്കാടമില്ല, ആഹാരമില്ല, ആരും സഹായമില്ല. ഹോട്ടലിന്റെ വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കച്ചവടക്കാർ കളയുന്നത് അഴുകിയതും പുഴുത്തതും കഴിക്കുന്നു, പിച്ചയാചിക്കുന്നു, തെരുവുകളിലൂടെ അലഞ്ഞുതിരി നടക്കുന്നു, ആക്രി പിറക്കുന്നു, രാത്രി വന്ന് അതേ തെരുവിൽ കിടക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, സന്തോഷത്തോടെ അവരും അവരുടെ കുട്ടികളും തുള്ളിച്ചാടി പോകുന്നു. അതെ, അവരെ കരുതുന്ന ദൈവം, ദൈവത്തെ അറിയുന്ന എന്നെ എത്ര അധികം കരുതിക്കൊള്ളും എന്ന് പറഞ്ഞ് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതെ, എന്റെ ദൈവം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തി 3 ദിവസം കൊണ്ട് കനാൻ ദേശത്ത് എത്തിക്കാവുന്ന ദൂരമേ ഉള്ളൂ. എന്നാൽ ചെങ്കടലിന്റെ മുൻപിൽ വന്ന് അവർ പിറുപിറുത്തത് കൊണ്ട് ഈ ജനം കനാൻ നാട്ടിൽ ചെന്ന് പ്രൈസ് ഞാൻ കൊടുത്തിരിക്കുന്ന നന്മ അനുഭവിക്കുമ്പോൾ എന്നെ മറന്നുപോകും. അതുകൊണ്ട് ഈ ജനത്തെ പഠിപ്പിക്കണമെന്ന് ചിന്തിച്ച് 40 വർഷം മരുഭൂമിയിലൂടെ ചുറ്റിത്തിരിയാൻ വിട്ടിട്ട് എന്റെ ദൈവം കയ്യും കെട്ടി സ്വർഗത്തിൽ ഇരുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതെ, കർത്താവ് അവരോട് കൂടെ ഇരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് പ്രൈസിലോട് ഒറ്റപ്പെടലുള്ള അല്ലെങ്കിൽ ഏകാന്തതയുള്ള ആൾപ്പാർപ്പില്ലാത്ത പ്രൈസിലോട് കൂരിരുൾ നിറഞ്ഞ അതിശൈത്യവും ചൂടും നിറഞ്ഞ അപകടങ്ങളും അനർത്ഥങ്ങളും നിറഞ്ഞ മരുഭൂമിയിൽ പകൽ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നിത്തൂണായി കർത്താവ് അവരോട് കൂടെ നടന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർക്ക് ആഗ്രഹമുള്ളപ്പോൾ മന്ന കൊടുത്തു, അവർ ആഗ്രഹിച്ചപ്പോൾ കാടപ്പക്ഷിയെ കൊടുത്തു. പിന്നീട് കർത്താവ് അവരോട് കൂടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, പ്രിയമുള്ളവരെ, കർത്താവ് പരീക്ഷണ ഘട്ടങ്ങളിൽ നമ്മെ കടത്തിവിടുമ്പോൾ അവൻ നമ്മെ കൈവിട്ടിട്ട് മാറിയിരിക്കത്തില്ല, അവൻ നമ്മോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിശ്വസിച്ചു. ഞാൻ തെരുവിൽ അല്ലെങ്കിൽ ഫുട്പാത്തിൽ പേപ്പർ വിരിച്ച് കിടന്നപ്പോൾ എന്നോട് കൂടെ ദൈവവും അവിടെ ഉണ്ടായിരുന്നു.